ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മളെ പറ്റി എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയണില്ല, എത്രത്തോളം നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇത് പറഞ്ഞില്ല. ഞങ്ങളെ കുട്ടി പണിക്ക് പോയിന്ന് ഞങ്ങൾ പറഞ്ഞില്ല, അല്ലെ പെണ്ണിൻ്റെ ഒപ്പം പോയിന്ന് വേറെ ഒരു കഥയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് നിങ്ങൾ താത്താൻ കഴിഞ്ഞിടത്തോളം നിങ്ങൾ താത്തുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കണേ ഓല് പറയണ ഞങ്ങൾക്ക് ആ കുട്ടീൻ്റെ കുടുംബക്കാരേറ്റവും ഒരു പ്രശ്നമല്ല, ആ കുട്ടീനെ ഏറ്റുമില്ല. ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെ. പിന്നെ ഈ പറയുന്ന ആൾക്കാരാണിത് പ്രശ്നമാക്കി വരുന്നത്. നിങ്ങൾ തന്നെ നമ്മളോട് ചോദിച്ചു അനിയൻ എവിടെ, അതോ അനിയൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അനിയനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയോ, അതോ അനിയൻ പെണ്ണിൻ്റെ ഒപ്പം പോയോ? ഇതൊക്കെയാണ് നിങ്ങളെ കമൻറ്റ്. ഇതിന് മറുപടിയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. അനിയൻ ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പണിക്ക് പോയതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇമ്മി കരഞ്ഞത് എന്തിനാണ്? അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കരഞ്ഞത്. ഓന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോവുകയാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അത്രേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ഓനെ മിസ് ചെയ്തു, അപ്പം കരച്ചിലൊന്നും അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്തൊക്കെയാണോ കാണിക്കണത്? ഞാൻ തന്നെ ഇന്നടക്കം ഞാൻ 4-5 ചാനൽ ഞാൻ ഇപ്പോൾ കണ്ടു. നമ്മളെത്രത്തോളം ചവിട്ടി താത്താൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും മറ്റേ ഇത് കിട്ടിയ മാതിരി എന്തെങ്കിലും നല്ലതിന് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ, കുറ്റം എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ പറയണില്ല, ചില ടീമുകളെ ചിലരൊക്കെ ഇപ്പം തന്നെ ഞാൻ ഇമ്മാക്കും ഉമ്മമാക്കും ചില വീഡിയോസൊന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. എന്താ ഞാൻ ഇതിനൊക്കെ പറയുക? എന്താണ് അപ്പോൾ ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഓല് വിചാരിച്ച് നമ്മളങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ കാര്യം. അത് ഓല് തിരുത്തിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, സ്ക്രിപ്റ്റഡ് ആണെന്ന് നമ്മൾ നാടകം കളിച്ചാണ്, അത് കേട്ടോ? അത് പറഞ്ഞു കേട്ടീനു? ഞങ്ങൾ ഒരു നാടകം കളിച്ചിട്ടില്ല. ഞങ്ങൾ ഇല്ല സത്യമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ദിവസം ഒന്ന് വിട്ട് നിന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു നാടകമല്ല. അടുത്ത് വരും ചെയ്യും. അപ്പം ആ നാടകമല്ല പറഞ്ഞത്. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിച്ചാണ്, ഓൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞു വെച്ചു. അങ്ങനെ അതല്ല, ഞങ്ങൾ പിന്നെ ഒരു നാടകം കളിച്ചിട്ടില്ല. ഇങ്ങനെ പോയിന്നില്ല കഥ ഞങ്ങൾ പറഞ്ഞു ചെയ്യും. എന്തിനാടോ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യണത്? ചില ആൾക്കാർ അങ്ങനെ ചെയ്ത് കാണും. ഓലെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് കേൾക്കണല്ലേ ഉള്ളൂ, നമ്മൾ കാര്യമായിട്ടൊന്നും അറിയണില്ലല്ലോ. അതിനെ ചൊല്ലിയിട്ട് നിങ്ങളും അതേപോലെ സ്ക്രിപ്റ്റഡാലേ നാടകമല്ലേ എന്തൊക്കെയാണ് പറയണത്? പിന്നെ വേറൊരു കാര്യം, ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഓലെ പരിപാടി ഇതന്നെയാണ്. ഓലിപ്പം ഈ 2 ദിവസം ഞങ്ങളെ ചാനലും ഇങ്ങനെ നടക്കും. ഫസൽ ഫാമിലിയിൽ അങ്ങനെ നടന്നു, ഫസൽ ഫാമിലിയിൽ ഇങ്ങനെ നടന്നു. പിറ്റത്തെ ദിവസം ഓല വിട്ടിട്ട് അടുത്ത ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഓല വീഡിയോസായിട്ട് ഓല അങ്ങനെ നടക്കും. കാരണം ഓല പരിപാടി ഇതന്നെയാണ്. ഈ കുറ്റം പറയാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ കുറ്റങ്ങൾ തന്നെ അതല്ല, അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. നല്ലത് കാണാൻ ആരും ഇല്ലെങ്കിലും കുറ്റം കാണാൻ അവിടെ എല്ലാവരും ഉണ്ടാവും. പിന്നെ കാര്യത്തിൽ ഞങ്ങൾ കരഞ്ഞു ശരിയാണ്, ശരിയാണ്. അത് ഓൻ വിട്ടു നിന്നോണ്ട് നമുക്ക് ഇടങ്ങേറുകൊണ്ട് ഞങ്ങൾ കരഞ്ഞു പോയതാണ്. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഓൻ ഇവിടുന്ന് പോയി, ഓൻ നാട് വിട്ടു പോയി, ഓൻ പെണ്ണിന്റെ പിന്നാലെ പോയി, പെണ്ണിന്റെ വാക്ക് കേട്ട് പോയി. ഇതാണ് നമ്മളറിയാത്ത സംഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരി. അല്ല, നിങ്ങളാണല്ലോ ഇപ്പോൾ എല്ലാം ചിന്തിക്കണതില്ലേ. നമ്മളറിയാത്ത സംഭവമാണ് ഓല് പറയണത്. പിന്നെ അതേപോലെ തന്നെ അനിയനെ മാത്രമല്ല കുറ്റം, എനിക്കും കുറ്റമാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും നോക്കാൻ 10 ആളൊന്നും നോക്കേണ്ട ആവശ്യമില്ലാന്ന്. ചിലപ്പോൾ 10 ആൾക്കാർ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ കാര്യം ഈ എന്തെങ്കിലും ചപ്പ് ചവറ് വാരിടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഓലിക്ക് എന്ത് വേണമെങ്കിലും എടുത്തിടാം. പക്ഷേ എങ്കിൽ ഇതൊരു സീരിയസ് ആക്കിയിട്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും നല്ല ശരിക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുറച്ച് പണി ഇക്കാരം. അല്ലാതെ ഇല്ല മറ്റേ ചപ്പും ചവറും. അതെ, നമ്മളല്ല പച്ചയായ വീഡിയോസ്, ഇങ്ങനെ നല്ല അടിപൊളി വീഡിയോസ് ആണ് ഉള്ളത്. നല്ല അടിപൊളിയിൽ നമ്മൾ ഇട്ട് പോകുന്നുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാകും. എഡിറ്റിംഗ് ആയാലും കണ്ടന്റ് ആയാലും. ഞാൻ യൂട്യൂബിൻ്റെ അല്ല പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൻ്റെയാണ് പറയുന്നത്. കണ്ടന്റ് ഇൻസ്റ്റാഗ്രാം പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണതാണല്ലോ. കണ്ടന്റ് ആയാലും ഡയലോഗ് ആയാലും കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞങ്ങളെ ഫാമിലിയിൽ ഒരു പ്രശ്നമല്ല, നിങ്ങളായിട്ട് ഞങ്ങളെ ഫാമിലിയിൽ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ 4 ആളും എന്നും ഒരുമിച്ച് തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഓൻ ചിലപ്പോൾ നാളെ ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ പിറ്റത്തെ നിങ്ങൾ കാണാൻ പോണത് ഫസൽ ഫാമിലി, ഞങ്ങൾ 4 ആളും ഒരുമിച്ച്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവൂലേ? എല്ലാവർക്കും എന്താ അറിയോ, ഈ 1 day വാച്ചിങ്ങിന് വേണ്ടിയിട്ട് എന്നും ഉമ്മയും മക്കളും തന്നെയാണ്. ഉമ്മയും മക്കളും ഞാനും തന്നെയാണ്.
ഇപ്പൊ മനസ്സിലായില്ലേ അമ്മ ആ എന്തൊക്കെ മനസ്സിലായി സംഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്ന എല്ലാത്തിനും. മനസ്സിലായി നമുക്ക് ഈ സംഭവങ്ങൾ ഒരു തേങ്ങി മാങ്ങാണ്ടി അറിയില്ല. നീ ഇപ്പൊ ഇന്നെ വിളിച്ചിട്ട് എന്റെ പെങ്ങന്മാര് ചോദിച്ചു, എടാ പേടിയാവണില്ലേന്ന്. ഞാൻ ചോദിച്ചു എന്തിനാ നമ്മൾ പേടിക്കണത്? ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ, നമ്മളായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. പിന്നെ എന്തിനാ നമ്മക്ക് പേടി? നമ്മൾ ഓല് പറയുമ്പോഴാ അറിയണ തന്നെ. ആ എടാ എന്നോട് ചോദിക്കും എൻ്റെ പെങ്ങന്മാര്, എടാ ഇത് എവിടെ പോയി അവസാനിക്കും? നമുക്കൊരു പേടിയില്ല, എന്തിനാ നമ്മൾ പേടിക്കണത്? ഞങ്ങളടിയിലൊരു പ്രശ്നമല്ല, അത് നിങ്ങളായിട്ട് വലിച്ചു നീട്ടി പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങളിപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതല്ല, നമ്മളിപ്പോൾ പെങ്ങന്മാരോടൊക്കെ ഇറങ്ങുകയാണ്. അതായത് താത്താൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കഴിച്ചാണ്, അപ്പോൾ ഓക്കും സുഖമല്ല, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇതൊക്കെ പാടെ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. പടച്ചോനെ എന്താ ഉണ്ടാകാൻ പോണത്? നമ്മൾ പ്രതീക്ഷിച്ചത് വേറത്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണ വേറത്. ആകെ കയ്യിൽ നിന്ന് പോയ മട്ടത്തിലായിനി. ഇത്രയൊക്കെ ഞങ്ങളെ സ്നേഹിച്ച ആൾക്കാർ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കരയാ വേണ്ടി ചെറിയാ വേണ്ടി നെഗറ്റീവ് കാണാൻ എല്ലാവരും ഉണ്ടാവും, നല്ലത് കാണാനും ഉണ്ടായി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മളെ തന്നെ ഉണ്ടാവും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളെ ഇടയിൽ ഒരു കുറ്റം ഒന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് പെങ്ങളോട് പോകല്ലേ? പെങ്ങളോട് പോകാം. പന്നാര മക്കളെ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അത്രയും ഞങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമുണ്ട്. അപ്പോൾ നമുക്ക് നിരഞ്ഞ് അങ്ങോട്ട് പോകല്ലേ? നിങ്ങൾ തന്നെ പറ, നമ്മളിതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതെ നിൽക്കണത്? നമുക്ക് ക്ഷമിക്കണീനൊരു അതിരുണ്ട്. കാരണം നമ്മളെ പറ്റിയിട്ടാണ് ഈ കുറ്റം പറയണത്. നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് അവിടെ ഇവിടെയും കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഓരോരുത്തരുമാർ ഇട്ടിട്ട് അത് കണ്ടിട്ട് നമ്മൾ വീഡിയോസിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പറയണ കേക്ക്, ഞങ്ങളല്ലേ ഇത് തുടങ്ങിയത്, അപ്പോൾ ഞങ്ങൾ പറയണ കേക്ക്. നമ്മളിപ്പോൾ താത്താൻ്റെ കൂടെയാണ്. താത്ത ഇപ്പോൾ ഇത് വല്ലതും അറിയണ്ടോ നമ്മളെ ആൾക്കാർ കുറ്റം പറയുന്നതൊക്കെ? എന്താ ഓപ്പം ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇതൊക്കെ ഇങ്ങനെ കഴിയും ചെയ്യും. നമ്മള് കേട്ടൊന്നും ഇടങ്ങാറാവണ്ട. മമ്മി അമ്മായി ആകെ ഇടങ്ങാറായിക്കാണ്. അപ്പൊ ഞങ്ങള് ഇടങ്ങേറായത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇവല് ഈ കുറ്റം പറച്ചില്ല. നമ്മള് കമന്റ് നോക്കല് നിർത്തിട്ടോ. കമന്റ് നോക്കിയിട്ടൊന്നും നടക്കൂല. അതന്നെ ഇവിടെ നടക്കണ വേറെ, ആൾക്കാർ പറയണ വേറെയാണ്. അപ്പൊ കേട്ട് ഇങ്ങനെ ഇടങ്ങാറായിക്കണ നമുക്ക് വായിച്ചാൽ തന്നെ ഓരോരുത്തർ കമന്റ് ഇടുന്ന നമ്മളിങ്ങനെ നോക്കും. കമന്റ് നോക്കും നമ്മള് ഒരു കമന്റ് എന്താ വരുന്നേ അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനെ നോക്കും നമ്മള്. അപ്പൊ കേൾക്കുമ്പോ ഭയങ്കര ഇടങ്ങാറാണ്. ഒന്നല്ലെങ്കിൽ നാളെ വരും ഇവല് ഒപ്പം പണ്ടത്തെ മാതിരി വീഡിയോസ് ഇടും. എല്ലാരും ഒപ്പം തന്നെ വീഡിയോസ് ഇടും. അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറ്റത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാതെ നല്ലതിനും സപ്പോർട്ട് ചെയ്യും. ഇല്ല, കൊറേ ആൾക്കാര് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊപ്പം തന്നെ ഉണ്ട്. ഫസ്റ്റ് ഫാമിലിനെ അത്രക്ക് ഇഷ്ടാന്ന് പറഞ്ഞ ഒപ്പം ഉണ്ട്. നമ്മളെ അവസ്ഥ അറിയണോലും ഉണ്ട്. നമുക്കിനി ഞാൻ മറ്റവനെ പോയി കാണട്ടെ. അതത്രേ ഉള്ളൂ. കുറ്റം പറയണവരൊക്കെ കുറ്റം പറയട്ടെ. ഇതാ ചെങ്ങായി ആ കഴിഞ്ഞോ? ഫോൺ കളി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്താണ് പറയല്ലേ? എവിടെ എൻ്റെ ഇത് മുട്ടായിക്ക് കഴിഞ്ഞോ? കൊടന്ന് ഞങ്ങളെ ചക്ക എന്നല്ലേ നീ ചക്ക കൂട്ടാനാ? അനക്കെന്താ പറയാനുള്ളത്? നല്ല സുഖം. അനക്കല്ലേ സുഖം? ഇവനക്കോ എങ്ങനെ? അനക്കുള്ള മുട്ടായി കോൻ തിന്നുന്നുണ്ടോ ഇവനെ? പിന്നെ തിന്നണ്ടേ? ഇപ്പൊ നല്ല വർത്തമാനം മുണ്ടാത്തത്. അനക്ക് മടിയാ? മടിയാ പറ. പിന്നെന്താ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുട്ടായി കിട്ടും, ചോക്ലേറ്റ് കിട്ടും എന്ന് വർത്താനം പറയും. അൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് എക്സ്പെരിമെന്റ്? എന്താണ് ഇനിയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്താണ് പറയും? ബെസ്റ്റ്. അനക്കെന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? നല്ല വേനെടുക്കും. പിന്നെ അത് വേനന്റെ പകരം പിന്നെ വേറെ എന്താ ഉള്ളത്? വേറെ നമുക്ക് സന്തോഷം എന്തെങ്കിലും ഉണ്ടോ? എന്താ സന്തോഷം? തന്നാൻ കിട്ടും. അനക്കാവുന്നില്ലേ? എൻ്റെ ഫോൺ ഞാൻ കഴിച്ചു. അനക്കാവുന്നില്ലേ? സന്തോഷം ഒന്നുമില്ല എനിക്ക്? എന്തിനാ സന്തോഷം? ഇവൻ കുറവാണ് കേട്ടോ. വലിയവൻ്റെ മയക്കല്ല, ഇവന് ഭയങ്കര മടിയാണ്. അമ്മ എവിടെ? അമ്മായി ഉണ്ട് കേട്ടോ ഇവിടെ. അമ്മായി തട്ട തിരിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ റെഡിയാ കേട്ടോ? അമ്മ എന്താ പരിപാടി? അമ്മക്ക് എന്താ പരിപാടി? ഞാൻ ചക്ക ഇതാക്കട്ടെ. ഈ ചക്ക കാട്ടിന് കണ്ടിട്ട് തന്നെ വാങ്ങിയിട്ട് എടുക്കാനാ തോന്നുന്നത്. അമ്മായിക്ക് എന്താ പറയാനുള്ളേ? എന്താടാ പറയാന്? സുഖം, അങ്ങനെ പോണു. ഇപ്പൊ എല്ലാരും ഞങ്ങളെ കുറ്റം പറഞ്ഞു കൊടുക്കുക. അത് വല്ലതും അറിയണ്ടോ?
ഇന്ന് രാവിലെ തന്നെ ഷംന വിളിച്ചിനി. ഷംന വിളിച്ചിട്ട് എടാ എന്തൊക്കെയാ പറയുന്നത്, ഷംന പേടിച്ചിട്ട് എന്നെ വിളിച്ചിന്. എന്താ സംഭവം, എന്താ പറയുന്നത്, ചീത്ത അറിയാങ്ങളെ? ആ ചീത്ത പറയേ, കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരും കുറ്റം. ഇല്ലാത്ത കുറ്റങ്ങളൊന്നും നമുക്ക് ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഇല്ല. കുറ്റങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറയും. സപ്പോർട്ടാ ആര് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പണ്ടോട്ട് വീഡിയോ കാണുന്ന ആൾക്കാര് നമുക്കുണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ആ പക്ഷെ ആരും ഫുള്ളായിട്ട് വീഡിയോ കാണുന്നില്ല. ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരല്ലേ നമ്മൾ ഈ പറയുന്നത്. ഈ മുക്കും മൂലയും കേട്ടിട്ടാണ് ഈ പറയുന്നത്. എന്താ കാട്ടാ, എല്ലാം ശരിയാവും. നമ്മള് പഴയ പോലെ ആവും ചെയ്യും, കുറ്റം പറഞ്ഞവരെ പോവുകയും ചെയ്യും. ഓല് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് ഓല് കിടക്കുകയും ചെയ്യും. ഒരിക്കലും കുറ്റം ഉണ്ടാവില്ല. ഒരിക്കലൊക്കെ പാടെ കുഴഞ്ഞിടിഞ്ഞിരിക്കെ. അതൊന്നും നമ്മള് നോക്കാൻ നിക്കണ്ട. ഞാൻ വെറുതെ വന്നേട്ടാ ഗൈസ് ഇങ്ങോട്ട്. ഇവിടെ നെയ്ച്ചോറൊക്കെ വെച്ചിക്കണേ. അതോ ബ്രോ. അതെ, നെയ്ച്ചോറുണ്ട്, ബീഫ് ഉണ്ട്, തൈരുണ്ട്, പപ്പടം ഉണ്ട്, പായസം ഉണ്ട്. വരാൻ നിക്കണില്ലേ, ഒരു നഷ്ടമല്ലോ ഓന് വന്നീന്. ബാ ഒന്ന് ചോർന്നു. എവിടെയാണ് ഈ ഇതാരാ അപ്പുറത്ത് വരാരുതാ? ഒരു ചേച്ചിന്റെ സിന്ധു ചേച്ചിന്റെ അവിടെ മക്കളുണ്ടോ? ഓന്റെ സുന്ദരി ഉണ്ട്, ഓന്റെ കൽബ്. ചേങ്ങ ഇത് ഗൈസ് ഞങ്ങളെ കുറ്റം പറഞ്ഞതിന് ഇപ്പൊ ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ട്. എന്താണ് എനിക്ക് പറയാനുള്ളത്? അതല്ല, ഞാൻ ഇന്നിപ്പോ രാവിലെ യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞ് ഏതൊരു അതുൽ വ്ളോഗ് ഏതൊരു ചാനലത്തെ ഒരു കാക്കാറിന് എന്താ കാമുകിയുടെ കുടുംബം കാണാൻ അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ, ഫസൽ ഫാമിലിത്തെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചോന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോ ആൾക്കാരിട്ട് ആറാട്ടാണ്. ഓല് തമ്മിലൊരു പ്രശ്നമല്ല, യൂട്യൂബർമാർക്ക് ഇതിപ്പോ ഓല് കണ്ടന്റ് ഉണ്ടാക്കും, ഉമ്മ കാര്യം എടുത്തിടുക, അനി ഒറ്റയ്ക്കല്ല ഇപ്പുറത്തിടുക. കാരണം ഓല് തമ്മിൽ ഇപ്പൊ ഇതൊന്നുമില്ല. ഓന അപ്പത്തെ അവസ്ഥ കൊണ്ട് ഓൻ പോയതാണ്. ഇവിടെ ഓലത് കഴിഞ്ഞേക്കണ്, പക്ഷെ യൂട്യൂബർമാരത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നോണ്ടൊക്കെണ്ട്. പക്ഷെ ഇതൊന്നും ഓലറിയണില്ല. ഇത് യൂട്യൂബർമാര് ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കണം, ഉമ്മ കാര്യത് പോയി എടുക്കണ്, ഫോട്ടോ എടുക്കണ്. ഓല് മൂന്നാളിലെ ഭയങ്കര ഇടങ്ങാറാണ്. തമ്പലേന് കേട്ടിട്ടാണ് നമുക്ക് തയ്ച്ചത്. തമ്പലേന് അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ, എന്തൊക്കെ തമ്പലേനാണ്. കാരണം ഫസൽ ഫാമിലിത്തെ അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ, ക്വസ്റ്റ്യൻ മാർക്കൊക്കെയാണ്. ഉണ്ടോ? ഓനൊരു കുഴപ്പമില്ല. ഓന്നെ വീഡിയോ എടുത്ത് പറഞ്ഞില്ലേ ഞാൻ, ഓനൊരു കുഴപ്പമില്ല, ഓനൊരു പണിക്ക് പോയതാണ്. ഓനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പ്രശ്നം ഫുള്ളിപ്പോ നാട്ടുകാർക്കാണ്, യൂട്യൂബിലാണ് പ്രശ്നം. എല്ലാരും കണ്ടന്റിനും തേടി അടക്കല്ലേ. അപ്പൊ ഒരാള് പോകുമ്പോത്തിന് എന്തെങ്കിലും കിട്ടാൻ നല്ല ഇല്ല തന്നെ ഇട്ടണേനത് കുഴപ്പമില്ല. ഇതിപ്പോ ഇത് ഇച്ച് പേടി. ആ മോണ്ടനോട് അറിയാം അനക്ക് പേടിയില്ല മോണ്ട്, ഇതാ നാട്ടുകാരങ്ങ പറയണേ. ഞാൻ ഓന് വിളിച്ച് ചോദിച്ചാണ്, ഓനൊരു കുഴപ്പമില്ല. എനിക്ക് എന്ത് പേടി, നമുക്കൊരു പേടിയില്ല. കാരണം ഇത് രണ്ടിന് കഴിഞ്ഞ പോലെ എടുത്ത് ഒഴിവാക്കി. തപ്നേന് അമ്മാതിരി കട്ടിയിൽ വരികയാണ്. എന്താണ് സംഭവിച്ചത്? മറ്റേ പാരിജാത പരസ്പരം ഒന്നുമില്ല, സീരിയലൊന്നും ഒന്നുമല്ല. സീരിയലിന് വേണ്ടിയിട്ടാണ് തമ്പ്ലൈൻ കൊടുക്കുന്നത്. ഗൈസ് മഴക്കാലം തുടങ്ങി, ഉമ്മ മഴക്കാലം തുടങ്ങി. ഇപ്പൊ അങ്ങോട്ട് മഴക്കാലം തന്നെയാണ്. ഉമ്മ വേഗം വരി ബാ. എന്നാ മയ്യ അത് പോയി ഗൈസ്. ഇനിയിപ്പോ അങ്ങോട്ട് മഴക്കാലം കേൾക്കാല്ലേ. അപ്പൊ ഇനി കറണ്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോ തന്നെ പരിപാടി. കൊറേ നാളിന് ശേഷം മഴ പെയ്തത്, അതാണ് ഞങ്ങക്ക് കിട്ടുകയും ചെയ്തു. നമ്മ ഇനിയിപ്പോ അങ്ങനെ പറയണ നമുക്കൊന്നും പറയാനില്ല. എല്ലാരും ഞങ്ങള് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കി, അല്ലാതെ ബാക്കിയുള്ളവർ പല വീഡിയോസും ഇടും. ഫസ്റ്റ് കണ്ടപ്പോ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായി. ഇതുപോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, നമുക്ക് നമ്മളെ കാര്യം അറിയാം. നമ്മളെ കാര്യം പറഞ്ഞില്ലേ, ഒരു മനസ്സിലാക്കുമല്ലോ, ഒരു മനുഷ്യന്മാരല്ലേ. മനസ്സിലാക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ബൈ.